കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എസ്.ടി.പി. വി അബ്ദുറഹ്മാൻ പിന്തുണ കൊടുക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ നൽകിയ വാഗ്ദാനം പണമായിരുന്നു. അന്ന് എസ്.ടി.പി. ആ വാഗ്ദാനം നിഷേധിച്ചു. ഞങ്ങൾക്കത് പണം ആവശ്യമില്ലെന്ന്. അപ്പോൾ എന്താണ് പകരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അഭിമന്യുവിന്റെ കൊലയാളികളെ രക്ഷപ്പെടുത്തണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ എസ്.ടി.പിക്ക് അകത്തുനിന്ന് പിന്നീട് ലീഗിലേക്ക് വന്ന ആളുകൾ ഞങ്ങളോട് പങ്കുവച്ചൊരു കാര്യമാണ്. പരസ്യമായി അവർ പറയാൻ അവർക്ക് ജീവനിൽ ഭയമുള്ളതുകൊണ്ട് പലരും അത് പരസ്യമായി പറയാൻ തയ്യാറായില്ല. പക്ഷെ ഞങ്ങൾ ഇത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് പരിശോധിച്ചപ്പോഴാണ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നാമത്തെ കാര്യം, 6 വർഷമായിട്ട് അഭിമന്യുവിന്റെ കൊലപാതക കേസിൽ ഇന്നുവരെ ഒരു വിചാരണയും ആരംഭിച്ചിട്ടില്ല. വിചാരണ ആരംഭിക്കാൻ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിച്ചില്ല. രണ്ടാമത്തെ അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിലെ 11 തെളിവുകൾ ഒരു സുപ്രഭാതത്തിൽ കോടതിയിൽ നിന്ന് കാണാനില്ല. 11 കേസ് തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ചാർജ് ഷീറ്റ്, വൂണ്ട് സർട്ടിഫിക്കറ്റ്, ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ള അതിനിർണായകമായിട്ടുള്ള 11 തെളിവുകളാണ് കോടതിയിൽ നിന്ന് കാണാതായത്. കോടതിയിൽ നിന്ന് കാണാതായി എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് സർക്കാരിന് ഒരു പരാതിയില്ല, പോലീസിന് പരാതിയില്ല. ഇപ്പോൾ കോടതി ഉത്തരവുകൾ ഏതെങ്കിലും നിലയ്ക്ക് എതിരായാൽ എത്രയോ സമരങ്ങൾ കോടതിക്കെതിരായി എസ്.എഫ്.ഐയും ഡിവൈഎഫ്ഐ ഒക്കെ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ജഡ്ജിമാരെ നാട് കടത്തിയ പാരമ്പര്യം ഡിവൈഎഫ്ഐക്ക് ഉണ്ട്. പക്ഷെ ഒരു പ്രതിഷേധ പ്രകടനം പോലും കോടതിയിലേക്ക് ഡിവൈഎഫ്ഐയോ എസ്.എഫ്.ഐയോ നടത്തിയിട്ടില്ല. കേരളം ഭരിക്കുന്നത് CPM ആണ്, ആഭ്യന്തര വകുപ്പ് CPM ആണ് ഭരിക്കുന്നത്. ഇന്ന് വരെ പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ട് ഇത് എങ്ങനെയാണ് ഈ രേഖകൾ കാണാതായത് എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇത് ആവിയായി പോയില്ലല്ലോ, ഈ രേഖകളൊന്നും ആവിയായി പോയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ